Hi guys, welcome back to our channel Sona's vlog. Hi guys, എല്ലാവർക്കും സുഖമല്ലേ? സ്വന്തം സോന. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു വ്ളോഗായിട്ടാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ പിറ്റേത്തെ പാർട്ട് 2 വ്ളോഗാണ്. ഓണത്തിൻ്റെ അത് പാർട്ട് 1, ഇത് പാർട്ട് 2 ആയിരുന്നു. നമ്മൾ ഓണത്തിൻ്റെ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ മലപ്പുറത്തോട്ടാണ് പോണേക്കത്. ആ ഒരു അവൽ മിൽക്ക് കുടിച്ചു. അതിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് സ്നാക്സൊക്കെ കഴിച്ചു. എന്താണ് മുട്ടപ്പജിയും കബാബും ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ പോണേണ് പൊന്നാനിലോട്ടാണ് പോണത്. അവിടെ ഇപ്പം നബിദിനത്തിൻ്റെ തലേന്നാണ്, ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരമാണ് നമ്മൾ പോണത്. അപ്പം നബിദിനം ഓർമ്മല്ല പിറ്റേന്ന്. അപ്പം അതുകൊണ്ട് അവിടെ മൊത്തം നല്ല രീതിക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് എത്താറായിട്ടില്ല, എന്നാലും പോണേക്കൊരു ബീച്ച് കണ്ടു, ചാവക്കാട് ബീച്ച്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, സൺസെറ്റൊക്കെ ആയിട്ട് നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ചുമ്മാ പോണേണ്, ഓണായിട്ട് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോണേണ്. അപ്പോൾ ആ സൺസെറ്റൊക്കെ ഉണ്ട്, നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ പോയിട്ട് കുറേ വീഡിയോ ഒന്നുമില്ല, കുറേ കസിൻസിൻ്റെ വീട്ടിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഇല്ല, ജസ്റ്റ് എവിടെയെങ്കിലും കറങ്ങാൻ പോകണം ആ വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പോണേക്ക് നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. നല്ല ഓണവും പിറ്റേന്ന് നബിദിനമൊക്കെ ആയതുകൊണ്ടായിരിക്കാം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിനെന്താ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ നമ്മുടെ നബിദിനമുണ്ട്, നബിദിന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പിള്ളേരൊക്കെ റാലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വന്ന് അത് കാണണമായിരുന്നു. അങ്ങനെതാ നമ്മൾ അവരുടെ റാലിയൊക്കെ ഉണ്ടായിരുന്നു. റാലിയും അതേപോലെ തന്നെ ദഫും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കാണിക്കേണ്ടത് ഇതായിരുന്നു ദഫ്. അപ്പോൾ അതൊക്കെ കണ്ടു. അതൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് അന്ന് നമ്മൾ പോയതൊക്കെ കസിൻസിൻ്റെ വീട്ടിലോട്ടാണ്, ജസ്റ്റ് നമ്മൾ എവിടെയും കറങ്ങാനൊന്നും പോയില്ല. അപ്പം അതിൻ്റെ വീഡിയോ ഇല്ല. നമ്മൾ പിറ്റേ ദിവസം പോണതാണ് വീഡിയോസ്. പിറ്റേ ദിവസം നമ്മൾ കസിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, നമ്മൾ തിരിച്ചു പോണേണ്. അപ്പോൾ അവിടെ നിന്ന് കസിൻ്റെ വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നേക്ക് വൈകുന്നേരം നമ്മളിവിടെ പള്ളിയിൽ കയറി. ആദ്യം അവിടുത്തെ തന്നെ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള കിൽക്കട്ട ജാറും, ഇത് രണ്ടാമത്തേൻ്റെ പിന്നെ മറന്ന്. അപ്പോൾ ഇവിടേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിന്നു മക്കൾക്ക് ക്ലാസ്സൊക്കെ എടുത്ത ഒരു പള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് മദ്രസ പിള്ളേർക്കൊക്കെ ക്ലാസ്സൊക്കെ എടുക്കണത്. അപ്പോൾ ഇവിടെ ഇരിക്കണ സ്ഥലമൊക്കെയാണ് നല്ല ഭംഗിയുള്ള കുറേ വർഷങ്ങൾക്ക് പഴക്കമുള്ള ഇതൊക്കെയാണ്. പണ്ട് വർഷങ്ങൾക്ക് മുന്നേ എടുത്തിരുന്നതൊക്കെയാണ്. അതിൻ്റെ ആ നടുക്ക് വന്നേക്കണത് എണ്ണയാണ്. അത് എണ്ണ ഒഴിച്ചിട്ട് അത് കത്തിച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇരുന്നിട്ടാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതെന്നൊക്കെയാണ് നമ്മളുടെ പണ്ട് പറയണത്. അപ്പോൾ അത് കത്തിക്കേണ്ടത്. അപ്പം അപ്പോൾ ഇത് നല്ല ഒരു അടിപൊളി പള്ളിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മളിതാക്കി. പിന്നെ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇത് കാണിച്ചു തരാം. ഇവിടെ ഏറ്റവും പൊക്കത്ത് നിന്നിട്ടാണ് ജിന്നു മക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതെന്നാണ് ഐതിഹ്യം പറയണത്. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ്. അങ്ങനെ നമ്മളിതാ പൊന്നാനി ബീച്ചിലോട്ട് പോണ വഴിക്ക് ഈ മദ്രസ പിള്ളേരുണ്ടല്ലോ, അവരുടെ സ്റ്റേക്കേഷനൊക്കെ കണ്ടു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് തിരിച്ചെനിക്ക് കയറാം, നല്ല ലൈറ്റൊക്കെ നല്ല ഭംഗിയുണ്ടായി. അത് കഴിഞ്ഞ് ബീച്ചിൽ പോയി സൺസെറ്റായിരുന്നു. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ടതിന് ഇതായിരുന്നു ആ പിള്ളേരുടെ സ്റ്റേക്കേഷൻ്റെ സ്ഥലം. നല്ല രസമുണ്ടായി ലൈറ്റൊക്കെ ഇട്ടിട്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അവിടുത്തെ തന്നെ കർമ്മയിലോട്ട് പോയി. കർമ്മയിൽ നിന്ന് പൊട്ടറ്റോ റോള് ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്, സ്പ്രിങ് പൊട്ടറ്റോ റോള് പോലത്തെ സാധനം. അത് വാങ്ങി. അത് കഴിഞ്ഞിട്ട് പാനിപ്പൂരിയൊക്കെ വാങ്ങി. പിന്നെ നെയ്പ്പത്തൽ, അവിടുത്തെ തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നെയ്പ്പത്തലും ബീഫൊക്കെ ഓർഡർ ചെയ്ത് പക്ഷേ വയറൊക്കെ നല്ല രീതിക്ക് ഫുള്ളായി. ഇന്ന് രാത്രി നമ്മളിപ്പം തന്നെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മളുടെ വീട്ടിലോട്ട് എറണാകുളത്തോട്ട് തന്നെയാണ് തിരിച്ച്. കാര്യം പിറ്റേന്നൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ വ്ളോഗ് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ദിവസമൊന്നും നിന്നില്ല, പെട്ടെന്ന് തന്നെ പോയി. ഓണത്തിനൊന്ന് പോയിട്ട് ഞായറാഴ്ച രാത്രി അവിടെ എത്തിയത്. അത് കഴിഞ്ഞു. ചൊവ്വാഴ്ചയ്ക്കും നമ്മൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു. ചൊവ്വാഴ്ച വെളുപ്പിന് ഒരു 2:30 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ചിവിടെ എത്തി. ബുധനാഴ്ച വെളുപ്പിന് ഇവിടെ എത്തി. അങ്ങനെ നമ്മൾ കർമ്മയിൽ പോയി. കർമ്മയിലാണ് അവിടെ എക്സ്പോ നടക്കണമായിരുന്നു. അവിടെ ജൈൻറ്റ് വീലും മരണക്കിണർ അങ്ങനത്തെ എല്ലാ കളിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വന്നേക്ക് അവിടെ നിന്ന് ഒരു മോളിൽ കയറി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു തന്നെയായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ബൈക്കിൽ എന്നോട് ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്താറില്ല, ഇത് മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഒരു ചെറിയൊരു വീഡിയോ. ഇഷ്ടമായപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ അതുവരേക്കും ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ.